എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ രസം റെസിപ്പിയാണ്. ഇത് എൻ്റെ ഉമ്മാമ്മയുടെ റെസിപ്പിയാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് മമ്മിയാണ്. മമ്മി രസത്തിന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് വീഡിയോ എടുക്കണം എന്ന്. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ളത് തക്കാളി വേണം, അതുപോലെ തന്നെ നമുക്ക് പൊടികളും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്. നമ്മൾ ഇതിൽ രസപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, പൊടിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അതുപോലെ തന്നെ കായപ്പൊടി വേണം. അപ്പൊ ഇതാ കായപ്പൊടി NS പെരുങ്കായം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല മല്ലിയില, അത് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. അപ്പൊ ആ മല്ലിയിലയും പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ഉപ്പ് ഒക്കെ വേണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പൊടികളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തു, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആദ്യം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വരണം. അപ്പൊ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഐറ്റം ചേർത്ത് കൊടുക്കത്തുള്ളൂ. ഇതുപോലെ ഒന്ന് കറുത്തിട്ട് ദാ കണ്ടോ, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കടുകിട്ടിട്ട് നല്ലപോലെ ഓരോ കടുകും പൊട്ടണം. അങ്ങനെ പൊട്ടി വന്നിട്ട് പിന്നെ നമ്മൾ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം കൂടെ ചേർത്ത് മൂത്ത് വരുമ്പോൾ ഭയങ്കര ഒരു മണം വരും. നമ്മുടെ രസത്തിന് മണം കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കടുക് താളിപ്പാണ്. അതിനുശേഷം നല്ല കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കടുക് താളിപ്പ് പരിപാടി കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ രസത്തിന്റെ ആക്ച്വൽ പ്രിപ്പറേഷനിലേക്ക് പോകുന്നത്. അപ്പം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 അതിങ്ങനെ ഇട്ടതിന് ശേഷം അതിലേക്ക് തക്കാളി ഇപ്പൊ നമ്മളിവിടെ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് 2 വലിയ തക്കാളിയായിരുന്നു. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. അപ്പൊ തക്കാളി ഒന്ന് വാടി വരട്ടെ, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വരും. ചെറുതായിട്ട് വാടിയാൽ മതി, ഒരുപാട് കുഴയേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ട് നമ്മൾ അരച്ച ആ ഒരു അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കായപ്പൊടിയൊക്കെ ഇങ്ങനെ പറക്കുന്നത്. അതിനുശേഷം മല്ലിയില കൈ നിറച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. രസത്തിൽ മല്ലിയിലയുടെ പ്രാധാന്യം എന്താന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ മല്ലിയില നമ്മുടെ ആവശ്യത്തിന്, ചിലർക്ക് മല്ലിയില ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ എല്ലാവർക്കും മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പില്ലെങ്കിൽ പോയി, നമ്മൾ ഇത്ര ഉണ്ടാക്കിയതൊക്കെ വെറുതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ് കൂടി ആവശ്യത്തിന് കേട്ടോ. അത് കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ രസം ഇങ്ങനെ തിളച്ച് വരുന്നതാണ്. തിളച്ച് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഊരി കുടിക്കാൻ പോകും. ആ ഒരു പരുവത്തിൽ വരും. അപ്പൊ എന്താ, ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇതെന്റെ ഉമ്മുമ്മാടെ സ്പെഷ്യൽ രസം റെസിപ്പിയാണ്. ഇതാ മമ്മി എന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കാണ്, ഉപ്പും എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുകയാണ്. മമ്മി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. മമ്മിക്ക് ഇഷ്ടമായി, എല്ലാം കറക്റ്റ് ആയിരുന്നു. ഇനി ഒരു 2 മിനിറ്റും കൂടെ അതിങ്ങനെ തിളച്ചിട്ട് ആ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങി സെറ്റ് ആവട്ടെ. ഉമ്മ പഠിപ്പിച്ച റെസിപ്പിയാണ്, അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കേട്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.